നിമിഷവും മനസ്സിന്റെ ഉള്ളിൽ വേദനകളാണ്, ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. അല്ലാഹുവേ, നിന്റെ ഖളാഅാണ്, നിന്റെ തീരുമാനമാണ്. ഭാര്യയെയും 3 പിഞ്ചുമക്കളെയും എന്നേക്കുമായി ബാക്കിയാക്കി ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിന്റെ അടുക്കലേക്ക് യാത്രയാകുമ്പോ അല്ലാഹുവേ, ആ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, യാസീൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദതൈനി, എല്ലാത്തിന്റെയും മുന്തിയ മിസ്ല് സവാബ് ആ ഖബറിൽ നീ എത്തിച്ചു കൊടുത്ത് ആ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ മുന്തിയ മിസ്ല് സവാബ് ഖബറിലേക്ക് ഒരു ഇനാസായി, ഒരു നേരം പോക്കാക്കി നീ എത്തിക്കണേ അല്ലാ. അദ്ദേഹം ജീവിതകാലത്ത് പരിശുദ്ധമായ ഖുർആൻ 30 ജുസും കാണാതെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണെന്ന് മാത്രമല്ല, ആ ഹിഫ്ള് തന്റെ ഹൃദയാന്തരങ്ങളിൽ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്ന പ്രിയ സുഹൃത്താണ്. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ പ്രിയപ്പെട്ട മഷൂദ് സഖാഫിയെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. എന്ത് തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ അല്ലാഹുവേ ജീവിതകാലത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ, അതെല്ലാം നിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തിനാലെ നീ വിട്ടു പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഈ നാട്ടിൽ കഴിഞ്ഞ 4 വർഷമായി പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പര കഴിഞ്ഞ 4 കൊല്ലമായി അദ്ദേഹത്തിന്റെ വാർഷിക പ്രഭാഷണം, ഖുർആൻ പ്രഭാഷണം ഈ നാട്ടിൽ നടക്കുകയാണ്. വിശുദ്ധമായ സൂറത്തുൽ മുൽക്കും യാസീനും സൂറത്തുൽ കൗസറുമെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം 4 വർഷം നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ വർഷവും അദ്ദേഹത്തിന്റെ മതപ്രഭാഷണ പരമ്പര, ഖുർആനിന്റെ വിശദീകരണം ഈ നാട്ടുകാര് കേൾക്കാൻ ആഗ്രഹിച്ചതുമാണ്. നാളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്തുള്ള തുർക്കളികയിൽ ഒരു വഅദ് പരിപാടിക്ക് ഡേറ്റ് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഓരോ മരണങ്ങളും നമുക്കുള്ള വലിയ പാഠമാണ്. ആ മരണ വാർത്ത കേട്ടത് മുതൽ എന്റെയും മനസ്സിന്റെ ഉള്ളിൽ നമ്മളും ഇങ്ങനെ ഒരിക്കൽ പോകേണ്ടതാണല്ലോ, ഇങ്ങനെ ഒരു വാർത്ത എന്നെ കുറിച്ചും വരുമല്ലോ എന്ന് നമ്മളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാ. ഓരോ മരണങ്ങളും നമുക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ്. ആ മരണങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫിയുടെ വഅദുകളിൽ അധികവും മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ ഗഹനമായി വിഷയസംബന്ധമായി അനാവശ്യമായ നീട്ടിവലിക്കലുകളില്ലാതെ വിഷയങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ്. നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ശരീക്കന്മാരായിരുന്നു. ഞാൻ സീനിയർ വിദ്യാർത്ഥിയാണ്, അദ്ദേഹം ഞാൻ മുത്തവ്വൽ സാനിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം മുത്തവ്വൽ അവ്വലിലാണ്. അദ്ദേഹത്തിന്റെ താടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ വയസ്സൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ കാറ് ഇന്നലെ രാത്രി 4 മണിക്കാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്.
ആ വീട്ടിലെത്തിയിട്ട് കാർ അവിടെ നിർത്തിവെച്ച് അദ്ദേഹം വീട്ടിൽ കയറി കിടന്നുറങ്ങി. 1.5 മണിക്കൂറോളം ഉറങ്ങി. സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ എഴുന്നേറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ ഒരു വിഷമവും തളർച്ചയും പ്രയാസവും അനുഭവപ്പെടുകയാണ്. അദ്ദേഹം അവിടെ തന്നെ ബോധം കെട്ട് വീണു. ആ വീഴ്ചയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ശുദ്ധമായ സുബഹി നിസ്കാരം ഒന്നുപോലും എനിക്ക് മുടങ്ങരുതേ എന്ന് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ദിവസവും വഅദ് കഴിഞ്ഞു പോകുമ്പോൾ ആ രൂപത്തിലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്ത് ഒരു നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ തൊട്ടടുത്തുള്ള പയ്യത്ത് ബയൽ 12